ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പ്രിയയുടെ അടുത്തേക്ക് മേഘയുടെ കൂട്ടുകാരൻ അതായത് കിഷോർ കാറിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയാണ് പ്രിയയോട്, ഇതേ പ്രിയ നോക്ക്, നിനക്ക് അവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ലേ? മോളോട് ഒരു കള്ളച്ചിരിയും ചിരിച്ചിട്ട് അവൻ പറയാണ്, ഇതേ നോക്ക് പ്രിയ, ഈ ഡ്രസ്സിൽ നീ നല്ല സുന്ദരിയാ. ഇതേ നോക്ക്, എന്തൊക്കെയാണ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. എനിക്കൊന്നും വേണ്ട. ഇതെന്താ പ്രിയ അങ്ങനെ? ഇത് നോക്കി വാങ്ങിച്ചിട്ട് കഴിക്ക്. ഇത് കഴിക്ക്. അതേസമയം മേഘ മദ്യത്തിൻ്റെ ലഹരിയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങിക്ക് എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് ചോക്ലേറ്റ് കൊടുക്കുകയാണ്. പ്രിയ മടിച്ചാണെങ്കിലും ആ ചോക്ലേറ്റ് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതേസമയം അവൻ വണ്ടിയുടെ ഡോറ് തുറന്നിട്ട് മെല്ലെ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കുകയാണ്. ആരെങ്കിലും അവരെ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ്. അവൻ്റെ ആ നോട്ടം പ്രിയയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കൊള്ളാലോ, നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ടിരിക്കുന്നല്ലോ, നന്നായിട്ടുണ്ടല്ലോ. അവൻ പ്രിയയുടെ വിരൽ തൊട്ട് പറയാണ്, ഇതാരാ ഇട്ട് തന്നേ? അമ്മ ഇട്ട് തന്നതാ. ആ പ്രിയ പെട്ടെന്ന് അയാളടുത്ത് പറയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ പ്രിയ, വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്നെ ഇങ്ങനെയൊന്നും തുടരുത്, എനിക്കിഷ്ടമല്ല. ഞാൻ അമ്മയോട് പറയും. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, പേടിക്കാതെ. വേണ്ട, എന്നെ വിട്, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. പോകരുത് പ്രിയ, ഞാൻ പറയുന്നത് കേൾക്ക്. അത് പറ്റില്ല, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. പോകരുത്, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. വേണ്ട, അമ്മയുടെ അടുത്തൊന്നും പോകണ്ട, നീ ഇവിടെ ഇരിക്ക്. എനിക്ക് പോകണം, എന്നെ വിട്. ഞാൻ പ്രിയയെ തൊട്ട് കളിക്കുകയാണ്. അപ്പോഴാണ് മനീഷിൻ്റെ വണ്ടി വന്ന് അവിടെ നിർത്തിയത്. ദേഷിക്കാതെ മോളെ, ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ? ഇല്ല, ഞാനൊന്നും ചെയ്യില്ല. നിങ്ങൾ വിട്. മനീഷ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് മേഘ കുടിച്ച് കൂത്താടിക്കൊണ്ടിരിക്കുന്നതാണ്. അവൻ പ്രിയയോട് പറയാണ്, ഒച്ചയെടുത്താലുണ്ടല്ലോ ശരിയാക്കി കളയും ഞാൻ. പ്രിയ ആണെങ്കിലോ ചിണുങ്ങി കരയാണ്. അതേ സമയത്താണ് മനീഷ് അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുന്നത്, മോളെ കാണാഞ്ഞിട്ട്. ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം. സോറി പ്രിയ, ഒന്ന് തൊടട്ടെ. അതേസമയം വണ്ടിക്കടുത്ത് വന്നിട്ട് മനീഷ് വിളിക്കുകയാണ്, പ്രിയ, ഏയ് പ്രിയ. അപ്പോൾ പ്രിയ വണ്ടിക്കകത്തുനിന്ന് വിളിക്കുകയാണ്, അച്ഛാ, എൻ്റെ അച്ഛാ, അച്ഛാ, അച്ഛാ. ഏയ്, ഞാൻ പറയുന്നത് കേൾക്ക്. അവൻ വണ്ടിക്കകത്തെന്ന് പറയാണ്. അപ്പം തന്നെ മനീഷ് വണ്ടിൻ്റെ ഡോർ തുറക്കാൻ വേണ്ടി പോവാണ്. എന്താടാ നീ ചെയ്യുന്നത്? ഈ അതേസമയം മനീഷ് വണ്ടിയിൽ നിന്നും വലിച്ചിറക്കുകയാണ്. അവനെ വലിച്ചിഴച്ച് വണ്ടിക്ക് പുറത്തിട്ട് നന്നായിട്ട് അടിക്കുകയാണ്. അതിനുശേഷം പ്രിയയെ വണ്ടിയിൽ നിന്നും മാറ്റുകയാണ്. ഏയ് അച്ഛാ, വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, മോൾ പേടിക്കണ്ട, ഓക്കെ. പിന്നെ മനീഷ് അവനെ വണ്ടിക്കകത്തുനിന്ന് വലിച്ചിട്ട് നന്നായിട്ട് പെരുമാറുകയാണ്. അവനെ ഉരുട്ടി അടിച്ച് ചമ്മന്തിയാക്കാണ് മനീഷ്. അപ്പോൾ അവൻ മനീഷിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? നീ ആരായാലും എനിക്കെന്താടാ. പിന്നെ മനീഷ് അവൻ്റെ കൈ പിടിച്ച് വലിച്ച് തിരിച്ചോടിച്ചു. പിന്നെ മനീഷ് വലിയൊരു കല്ലെടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ തലയ്ക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. അതേസമയത്ത് അവൻ ഏയ് വേണ്ട എന്ന് പറയാണ്. അപ്പോൾ പ്രിയ ഓടി വന്നിട്ട് അച്ഛനെ പിടിക്കുകയാണ്. അച്ഛാ വേണ്ട, അച്ഛാ വേണ്ട എന്ന് പറയാണ് പ്രിയ. അതിനുശേഷം മനീഷ് ആ കല്ല് വെളിയിലേക്ക് എറിയാണ്. അതിനുശേഷം അവനൊരു ചവിട്ടും കൊടുത്ത് അതിനുശേഷം മേഘയുടെ അടുത്തേക്ക് പോവുകയാണ് മനീഷ്. പിന്നെ മനീഷ് ഒന്നും ആലോചിച്ചില്ല. കൂത്താടുന്ന മേഘയെ പിടിച്ച് വലിച്ച് മേഘയുടെ മുഖത്തും നല്ലൊരടി വെച്ച് കൊടുത്തു. ഈ ഒരുത്തൻ നമ്മളെ മോളെ ദ്രോഹിക്കാൻ നോക്കുന്നു, നീ അതൊന്നും അറിയാതെ കുടിച്ച് കൂത്താടുന്നു. ഞാൻ എന്ത് ചെയ്യണം? മേഘ മദ്യത്തിൻ്റെ ലഹരിയിൽ പറയാണ്, ദേ എന്തായി പറയുന്നേ? മനീഷ് വലിച്ചിഴച്ച് പ്രിയയെയും മേഘയെയും കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റുകയാണ്. മനീഷ് മേഘയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി വണ്ടിയുടെ ഡോർ തുറന്ന് വണ്ടിക്കകത്ത് കയറ്റുമായിരുന്നു. മേഘയ്ക്കാണെങ്കിലോ ഒന്നും പറയാനും ഒന്നും ചെയ്യാനും കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. പ്രിയ വണ്ടിയിൽ നിന്നും ചിണുങ്ങി കരയാണ്. അതേസമയം എന്തോ ഒരു ബോധത്തോടെ പ്രിയ മേഘ പറയാണ്, ഏയ് പ്രിയ, കരയല്ലേ മോളെ. മോള് വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ വന്നില്ലേ? നടന്നതൊക്കെ ഓർത്ത് മോൾ പേടിക്കണ്ട. ഞാൻ അപ്പോഴേ അമ്മയുടെ അടുത്ത് പറഞ്ഞതാ, എനിക്കിവിടെ ഇഷ്ടമല്ല, നമുക്ക് വീട്ടിൽ പോകാമെന്ന്. പക്ഷേ അമ്മയാ വരുന്നില്ലെന്ന് പറഞ്ഞത്. മേഘ ഏയ് എന്നൊക്കെ പറയാണ്. അപ്പം മനീഷ്, നിന്റെ അമ്മ ഒരു മനുഷ്യ സ്ത്രീ ആണെങ്കിലേ അതൊക്കെ കേൾക്കൂ. അവളൊരു വിവരം കെട്ടവളാ. കുടിച്ചിട്ട് ബോധമില്ലാതെ അവൾ പിച്ചും പെയ്യും പറയുന്നു. ഏയ് അപ്പം മനീഷ്, ഇവളെ വിശ്വസിച്ച് നീ എങ്ങും ഇവളുടെ കൂടെ പുറത്തൊന്നും പോകരുത് മോളെ. ശരി അച്ഛാ. ഏയ് മനീഷ്, എന്തിനാ നീ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അടിച്ചത്? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നീ കാരണം എൻ്റെ മാനോ അഭിമാനോ എല്ലാം പോയി. ഇതൊക്കെ ഓർത്ത് നീ ഒരുപാട് വിഷമിക്കാൻ പോവാ. ഏയ് വായടച്ച് വെച്ചോ, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി ഇട്ടു തരും. നീ എന്നോടാണോടാ കൽപ്പിക്കുന്നേ?
മനീഷ് നേരെ വീട്ടിലേക്ക് വണ്ടി വിട്ട് വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി. അതിനുശേഷം വണ്ടി നിർത്തിയിട്ട് പറയാണ്, വാ പ്രിയ മോളിറങ്ങ്, ഇവിടെ നിൽക്കേ. ഏയ് വീടെത്തി ഇറങ്ങ്. മേഘ അപ്പോഴേക്കും ബോധമറ്റ് കിടക്കുകയാണ്. ഏയ് വീടെത്തി ഇറങ്ങ്. മനീഷ് വണ്ടിയിൽ നിന്നും വലിച്ചിഴച്ച് മേഘയെ ഇറക്കുകയാണ്. ഏയ് എന്നെ വിട്. മനീഷ് വണ്ടിയിൽ നിന്നും വലിച്ചിറക്കി പുറത്തേക്ക് വിട്ടു. ഏയ് പ്രിയ, എന്തിനാടി നീ മനീഷിനെ വിളിച്ച് വരാൻ പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരും കാരണം എൻ്റെ മനസ്സമാധാനം പോയി. എങ്ങനെയുള്ളവരാണോ നിന്റെ ഫ്രണ്ട്? നീ എന്താണ് എങ്ങനെയുള്ളവളാണെന്ന് മനസ്സിലായി. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. അപ്പോൾ മേഘ പറയാണ്, നീ ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തില്ലേ, ഇനി നീ പോയിക്കോ. നിന്നോട് സംസാരിക്കാൻ എനിക്കിഷ്ടമല്ല. ഏയ് പ്രിയ വാ വാ വരാൻ. പ്രിയ അച്ഛനെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. അച്ഛനപ്പോൾ പിറകിൽ നിന്ന് വിളിക്കുകയാണ്, ഏയ് മോളെ പ്രിയ വരാൻ, പേടിക്കാതെ പോ മോളെ, അച്ഛൻ രാവിലെ വന്ന് നിന്നെ കണ്ടോളാം, മോള് പോയിക്കോ. അപ്പം മേഘ വാ വരാൻ. മനീഷ് അല്പസമയം അവിടെ തന്നെ നിന്നു. അതിനുശേഷം പോയി. ചന്ദ്രിക സിദ്ധുവിൻ്റെ പാട്ടും കേട്ട് അവിടെ തന്നെ ഉറങ്ങിപ്പോയി. അതിനുശേഷമാണ് ലക്ഷ്മിയും മലരും കയറി വരുന്നത്. മലർ വിളിക്കുകയാണ്, അമ്മേ അമ്മേ. അപ്പോഴാണ് ചന്ദ്രിക ഉറക്കത്തിൽ നിന്നും എണീറ്റത്. ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക ഇതൊക്കെ? ഒന്നുമില്ല അമ്മേ, ക്ഷേത്രത്തിൽ പോയിരുന്നില്ലേ? അടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലൊന്ന് ഇടറി, അങ്ങനെ കാലൊന്ന് ഉളുക്കി അമ്മേ, അതുകൊണ്ട് ഉപ്പ് കിഴി വെച്ച് ചൂട് പിടിക്കായിരുന്നു. അയ്യോ എന്താ ചന്ദ്രികയെ, ശ്രദ്ധിച്ച് നടക്കണ്ടായിരുന്നോ? വേദന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പോൾ കുറവുണ്ടമ്മേ. മഹേന്ദ്രൻ പറയാണ്, മോളെ കാല് ഉളുക്കിയെങ്കിൽ ഉടനെ ഡോക്ടറെ പോയി കാണേണ്ടതല്ലേ? സിദ്ധു സാറ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞതാ, ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. ഇതിന് ഉപ്പ് കിഴി വെച്ചാൽ മതിയച്ചാ, അതൊക്കെ പഴയ ചികിത്സാ രീതിയല്ലേ, അതുകൊണ്ടൊന്നും മാറില്ല മോളെ. ഡോക്ടറിനെ കണ്ടാൽ വേദന ഉടനെ കുറയും. വാ, എനിക്കറിയാവുന്ന ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, നമുക്കവിടെ പോകാം. ഞാൻ സിദ്ധുവിനെ വിളിക്കാം, അവനോട് കൊണ്ടുപോകാൻ പറയാം. വേണ്ട അച്ഛാ, അദ്ദേഹത്തെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, അവനിതൊന്നും വലിയ ബുദ്ധിമുട്ടായി കാണില്ല. അതല്ല അച്ഛാ, ഇത്ര നേരം അദ്ദേഹമാണ് എനിക്ക് ചൂട് പിടിച്ചു തന്നത്. അത് കേട്ട് മഹേന്ദ്രനും ലക്ഷ്മിക്കും നല്ല സന്തോഷം തോന്നി. അവർ പരസ്പരം ചിരിക്കുകയാണ്. എന്ത്, സിദ്ധാർത്ഥ് നിനക്ക് ചൂട് വെച്ചാന്നോ? ആ അതേ അച്ഛാ, ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ചൂട് വെച്ച് തരികയായിരുന്നു. വേദന ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പോയത്. കൊള്ളാലോ, സിദ്ധു ഈ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? അതെ ഏട്ടാ, സിദ്ധു ഇപ്പം തന്നെ ചന്ദ്രികയുടെ കാല് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ട് മഹേന്ദ്ര സാർ ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, എന്തിനാ അമ്മേ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ? വിവാഹം കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും സ്വന്തം ഭാര്യമാരുടെ കാല് പിടിച്ചേ മതിയാവും. അത് എഴുതി വെക്കാത്ത വിദ്യയാണ് മോളെ. ഒന്ന് പോവച്ചാ. അതേന്നേ, അതിന് മോളുടെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ എത്ര തവണ കാല് പിടിച്ചിട്ടുണ്ടെന്ന്. അയ്യോ ഇല്ല മോളെ, ഈ ഏട്ടൻ. ലക്ഷ്മി പറയാ, സത്യമാണോ അമ്മേ? അതെ. അത് കേട്ട് ചന്ദ്രികയും മലരും ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രിയയും മേഘയുമാണ്. മേഘ റൂമിൽ കയറിയിട്ട്, ഏയ് പ്രിയ അവിടെ കിടക്ക് എന്ന് പറഞ്ഞ് ബോധമില്ലാതെ മേഘ അവിടെ കിടന്നു. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഭാഗത്ത് പ്രിയയും കയറി കിടന്നു. മേഘ കിടന്നപ്പം തന്നെ ഉറങ്ങി. അതേ സ്ഥാനത്ത് പ്രിയ കിടന്നിട്ട് ഓരോന്നും ആലോചിക്കുകയാണ്. പ്രിയ പിന്നെ നന്നായിട്ട് ഉറങ്ങി. അതിനുശേഷം പ്രിയ ചിന്തിക്കുന്നത് വണ്ടിയിൽ വെച്ച് അവൻ പറഞ്ഞതും ചെയ്തതുമൊക്കെയാണ്. പാവം പ്രിയ ഉറക്കത്ത് പറയാണ്, വേണ്ട, എൻ്റെ അടുത്ത് വരരുത്, ഇവിടെ നിൽക്ക്. നീ എവിടെ പോകുന്നേ? ഞാൻ അമ്മയുടെ അടുത്ത് പോവാ. അമ്മയുടെ അടുത്തൊന്നും പോകണ്ട, ഇവിടെ നിൽക്ക്, എനിക്ക് പോകണം, എന്നെ വിട്. എന്നിട്ട് പ്രിയ ഉറക്കത്തെ എണീറ്റ് ഇരുന്നിട്ട് പറയാണ് കണ്ണടച്ചിട്ട്, വിട് എന്നെ വിട്, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം, എന്നെ വിട്, എൻ്റെ അടുത്ത് വരരുത്, എന്നെ വിട്. അപ്പോഴേക്കും മേഘയുടെ കണ്ണ് തുറന്ന്, എനിക്ക് പേടിയാവുന്നു, എന്നെ വിട്. അപ്പോഴേക്കും മേഘ ഞെട്ടി ഉണരുകയാണ്. എന്നെ വിട്. അപ്പോഴാണ് മേഘ ചോദിക്കുന്നത്, എന്താ പ്രിയ, നീ എന്തൊക്കെയാ പ്രിയ ഈ പറയുന്നേ? മര്യാദയ്ക്ക് വാടച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഏയ് നിന്നോട് കിടക്കാനല്ലേ പറഞ്ഞേ? പ്രിയ വീണ്ടും ഓരോന്നും ഓർത്ത് ഉറങ്ങിപ്പോയി. ഈ സമയം കിഷോർ മേഘയുടെ ഫോണിൽ വിളിക്കുകയാണ്. മേഘ, ഞാൻ കൃഷിയാണ് സംസാരിക്കുന്നത്. സോറി, കിഷോർ അല്ല, കൃഷിയാണേ. ആ പറ കൃഷി. ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് മേഘ. ഹോസ്പിറ്റലാണെന്നോ? എന്തു പറ്റി? ഇന്നലെ പാർട്ടിക്കിടയിൽ നടന്നതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? എനിക്കൊന്നും അറിയില്ല. ഇന്നലെ പാർട്ടി നടക്കുന്ന സമയത്ത് മനുഷ്യ പെട്ടെന്ന് വന്ന് എന്നെ വല്ലാതെ തല്ലിച്ചതച്ചു. എന്നെ എന്തിനാ വല്ലാതെ അടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഇന്നലെ പാർട്ടിക്ക് വന്ന എൻ്റെ ഭാര്യയും കൂട്ടി എന്തിനാണ് നീ പാർട്ടിക്ക് വന്നത് എന്ന് ചോദിച്ചാണ് അടിച്ചത്. നിന്നെയും എന്നെയും പറ്റി മോശമായിട്ട് സംസാരിച്ചു. ഞാൻ അവനോട് എന്തിനാടാ ഇങ്ങനെ അനാവശ്യമൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെക്കുറിച്ചും അവനൊന്നും പറഞ്ഞു. എന്നിട്ട് എന്നോട് ഭയക്കിന് വന്നു മേഘ.
മേഘ ലഹരിയിൽ നിന്നും മാറിയിട്ടില്ല. ഞാൻ മേഘയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈയൊടിച്ചു. ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് മേഘ. അയ്യോ, ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നോ? സോറി ഋഷി, രാത്രി ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഡ്രിങ്ക്സ് കഴിച്ചു. എനിക്ക് എന്താ നടന്നതെന്ന് അറിയില്ല. നിനക്ക് എന്ത് പറ്റി? എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക മേഘ. എൻ്റെ അച്ഛൻ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുക. ഋഷി, ഐ ആം വെരി വെരി സോറി. ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? മേഘ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ ഒന്ന് പറ. മനീഷ് നിന്നെ തല്ലിയതിന് നീ അവൻ്റെ പേരിൽ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക്. മനീഷിനെ ഞാൻ വിളിച്ചിട്ടില്ല, അവനായിട്ട് അങ്ങോട്ട് വന്നതാ. എന്നിട്ട് നിന്നെ തല്ലി എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവനെ വെറുതെ വിടാൻ പാടില്ല. നിന്റെ അച്ഛനോട് പറഞ്ഞ് അവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവനെ സ്ട്രോങ് ആയിട്ട് കേസിൽ കൊടുക്ക്. അവന് എന്ത് ചെയ്താലും ഞാൻ ചോദിക്കാനേ വരുന്നില്ല. ഓക്കെ മേഘ, ഇപ്പം തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞ് അവൻ്റെ മേലൊരു കേസ് കൊടുക്കാം. ശരി, നീയുള്ള ഹോസ്പിറ്റലൊന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്യും. ഞാൻ നിന്നെ കാണാൻ വരാം. ഓക്കെ മേഘ. പ്രിയ ഇതെല്ലാം കേട്ട് ഒന്നും അറിയാതെ ഉറങ്ങാണ്. അതേസമയം ചന്ദ്രികയും വീട്ടിൽ നിലത്ത് കിടന്ന് തന്നെ ഉറങ്ങാണ്, പായ വിരിച്ചിട്ട്. സിദ്ധു വന്ന് ചന്ദ്രിക ഉറങ്ങിക്കിടക്കുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ്. അടുത്തിരുന്ന് വിളിക്കുകയാണ് ചന്ദ്രികയെ. ചന്ദ്രികയെ, സാറ് വന്നോ? സാർ എപ്പോഴാണ് വന്നേ? എന്തിനാ ചന്ദ്രിക ഇങ്ങനെ ബുദ്ധിമുട്ടി എണീക്കുന്നത്? ശരി, കിടന്നോ? സാരമില്ല സാർ, രാത്രി മുഴുവൻ കാലുവേദനയായത് കാരണം ഉറങ്ങാൻ പറ്റിയില്ല. കാലിന് നല്ല വേദനയുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അറിയാതെ മയങ്ങിപ്പോയത്. അപ്പോൾ സിദ്ധു പറയാണ്, ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞത്. പക്ഷെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ശരി വാ, ഇന്നെങ്കിലും പോയി ഡോക്ടറെ കാണാം. അയ്യോ, അത് വേണ്ട. അതൊന്നും വേണ്ട സാർ, പാതി വേദന കുറഞ്ഞു സാർ. ഇനി ഇന്ന് ശരിയായിക്കോളും. എന്തിനാ ചന്ദ്രിക ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? സത്യമായും ഇപ്പോൾ വേദന കുറഞ്ഞു സാർ, ശരിയായിക്കോളും. കാണിക്ക്. എന്തിനാ സാർ? കാണിക്കിങ്ങോട്ട്, പറയാം. ഇതെന്താ സാർ ചെയ്യാൻ പോകുന്നത്? അപ്പോഴാണ് ലക്ഷ്മിയും മഹേന്ദ്ര സാറിനും വന്നത്. അവർ രണ്ടുപേരും വന്ന് പുറത്തുനിന്ന് നോക്കുകയാണ്. ഇത് സ്പ്രിംഗ് ബാൻഡേജാണ്. ഇതുപോലുള്ള ഉളുക്ക്, ചതവ് അതൊക്കെ ഉള്ളെടുത്ത് ഇത് ഒട്ടിച്ചാലേ ശരിയായിക്കോളും. കാണിക്കേ. അങ്ങനെയാണോ? ചന്ദ്രികയുടെ കാലിന് അത് വലിച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അത് നോക്കി നിൽക്കുകയാണ്. മഹേന്ദ്ര സാർ ലക്ഷ്മിയോട് പറയാണ് അത് കണ്ടിട്ട്, കണ്ടോ ലക്ഷ്മി, കണ്ടോ സിദ്ധുവിന് ചന്ദ്രികയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അതെ ഏട്ടാ, ചന്ദ്രിക ശരിക്കും ഭാഗ്യം ചെയ്തവളാ. പിന്നെ കാലിൽ വെള്ളം തട്ടാതെ നോക്കണം കേട്ടോ. ഓക്കെ, ശരി സാർ. എന്നാൽ ശരി, നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി വരാം. ഇനി ഇതിൽ നിന്നും ഒന്നും എടുക്കണ്ട കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും താങ്ക്സ് സാർ. എന്താ ചന്ദ്രികയെ നീ ഇതിനൊക്കെ താങ്ക്സ് പറയുന്നേ? ശരി, പോയിട്ട് വരാം. സിദ്ധു പറയാണ്, അതെ ഞാൻ പോവുകയാണേ. അപ്പോഴേക്കും ലക്ഷ്മി മഹേന്ദ്ര സാറും അകത്തേക്ക് വന്നു. അപ്പോൾ സിദ്ധു പറയാണ്, വാങ്കളെ, നിങ്ങളെവിടെയോ പോയിട്ട് വരുവാണെന്ന് തോന്നുന്നു. അതെ, മാർക്കറ്റിൽ പോയതാ. ഞാൻ ഈ ചന്ദ്രികയുടെ കാലിന് ഉളുക്കല്ലേ, അതുകൊണ്ട് ഞാൻ ബാൻഡേജ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. ശരി മോനെ. ശരി അങ്കളെ, പോയിട്ട് വരാം. ചന്ദ്രിക അവിടെ ഇരുന്ന് അത് തന്നെ ചിന്തിക്കുകയാണ്. അതേസമയം ലക്ഷ്മിയും മഹേന്ദ്ര സാറും അവർ രണ്ടുപേരും അതും അത് തന്നെ ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മഹേന്ദ്ര സാറിൻ്റെ, അതായത് മേഘയുടെ വീട്ടിൽ കുറച്ച് പോലീസുകാർ വരികയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഇവിടെ ആരാ ഈ മനീഷ്? മേഘ പറയാണ്, ദേ ഇയാളാ സാർ. ഇന്നലെ പാർട്ടിയിൽ വെച്ച് ഋഷി എന്ന് പറഞ്ഞ ഒരാളെ തല്ലിയോ? അതെ, ഞാൻ അടിച്ചത്. നിങ്ങൾ തല്ലിയ ആളുടെ കൈയൊടിഞ്ഞിരിക്കുക. ഇയാളുടെ അച്ഛൻ നിങ്ങളുടെ പേരിൽ കൊലപാതക ശ്രമത്തിന് കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അടിച്ചു എന്നുള്ളത് സത്യമാണ്. എന്തിനാ അടിച്ചതെന്ന് ചോദിക്കേ. എന്താടാ എന്ന് പറഞ്ഞ് പോലീസ് മനീഷിനെ മുഖത്തൊന്ന് തല്ലി. പ്രിയ പറയാണ്, അച്ഛാ. അപ്പോൾ മനീഷ്, സാർ എന്തിനാ എന്നെ തല്ലിയത്? കൈയെടുക്ക്. എന്താടാ നോക്കി നിൽക്കുന്നേ? കേട്ടോ ഇവനെ? അടിക്കല്ലേ, അച്ഛനെ അടിക്കല്ലേ? പ്രിയ പറയാണ്, അച്ഛനെ അടിക്കല്ലേ. തൻ്റെ കൈ തല്ലി ഒടിച്ചതും പോരാഞ്ഞിട്ട്. പക്ഷെ പ്രിയ കരയാണ്, അച്ഛനെ അടിക്കല്ലേ. പ്രിയക്ക് ഒന്നും ചെയ്യാനാവാതെ വിഷമിക്കുകയാണ് അവിടെ നിന്നിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. സി യു ഓൾ.